അപ്പോൾ നമ്മൾ ലോകസഭയും രാജ്യസഭയുടെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. അടുത്തതായിട്ട് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. എന്താ പറയുന്നത്? രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്താണ്? പാർലമെൻറ്റ് അംഗമല്ല. ബട്ട് ഹി ഈസ് കൺസിഡർഡ് ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പാർലമെൻറ്റ്. പക്ഷേ എന്നിരുന്നാലും പാർലമെൻറ്റ് അംഗമല്ല രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാത്ത അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പെർഫോംസ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് സമ്മണിംഗ് the session of the parliament, addressing the joint sitting and approving the bill passed by the parliament. പക്ഷേ നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, അതുപോലെ തന്നെ എന്താ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അതുപോലെ സംയുക്ത സമ്മേളനങ്ങൾക്ക് അഭിസംബോധന ചെയ്യുക, ഇങ്ങനെയുള്ള അംഗീകാരം നൽകുന്നതും ഇങ്ങനെയുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിലാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ എന്തായി മാറുന്നത്? ഭാഗമായിട്ട് മാറുന്നത്. അടുത്ത പേജിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്, നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ, ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ് ടു മേക്ക് എ ലോ. ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് റിക്വയർഡ്. അതായത് ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി പാർലമെൻറ്റ്. നമ്മുടെ നിയമനിർമ്മാണമാണ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണം എന്നാണ് അല്ലേ? ലെജിസ്ലേഷൻ നിയമനിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്? പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ടു മേക്ക് എ ലോ, ഒരു നിയമനിർമ്മാണത്തിന് ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദി ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് റിക്വയർഡ്. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഏതൊക്കെയായിരുന്നു രണ്ട് സഭകൾ എന്ന് പറയുന്നത്? ലോകസഭ, രാജ്യസഭയിൽ. അപ്പോൾ ആ രണ്ട് സഭകളുടെയും അംഗീകാരം നമുക്ക് ആവശ്യമാണ്. ദ ലോകസഭ ആൻഡ് രാജ്യസഭ അസംബിൾ സെപ്പറേറ്റ്ലി ഫോർ ലെജിസ്ലേഷൻ. ലോകസഭയും രാജ്യസഭയും എന്താണ്? വെവ്വേറെ സമ്മേളിച്ചുകൊണ്ടാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് എ ബിൽ. ആൻ ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. നിയമത്തിൻ്റെ ഒരു കരട് രൂപമാണ് എന്ന് പറയുന്നത് ബിൽ എന്ന് പറയുന്നത്. ആൻ ഓർഡിനറി ബിൽ, ഒരു സാധാരണ ബില്ല്, ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു സാധാരണ ബില്ല് എന്താണ്? പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം എന്നുള്ളതാണ്. ദ ഹൗസ് വിച്ച് കൺസിഡേഴ്സ് ദ ബിൽ ഫസ്റ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഹൗസ് ആൻഡ് ദ ഹൗസ് വിച്ച് കൺസിഡേഴ്സ് ഇറ്റ് നെക്സ്റ്റ് ഈസ് കോൾഡ് ദി സെക്കൻഡ് ഹൗസ്. അപ്പോൾ ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫസ്റ്റ് ഹൗസ് അല്ലേ, ഒന്നാം സഭയെന്നും. അതുപോലെ തന്നെ എന്താണ്? ദ ഹൗസ് വിച്ച് കൺസിഡേഴ്സ് ഇറ്റ്സ് നെക്സ്റ്റ് ഈസ് കോൾഡ് ദി സെക്കൻഡ് ഹൗസ്. രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ നമ്മൾ എന്ത് വിളിക്കുന്നു? രണ്ടാം സഭയെന്നും വിളിക്കുന്നു. ഇൻ ബോത്ത് ദ ഹൗസസ് ദ ബിൽ പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസസ്. അതായത് ഈ രണ്ട് സഭകളിലും ബില്ല് എന്താണ്? പല ഘട്ടങ്ങളിലൂടെ, പല സ്റ്റേജസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത്. ബില്ല് തന്നിട്ടുണ്ട് അല്ലേ? ബില്ല് അതെന്താണ്? ആദ്യം ഫസ്റ്റ് ഹൗസ്, ഒന്നാം സഭ, അതിലെന്താണ്? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് ആൻഡ് തേർഡ് റീഡിങ്. പിന്നീട് എന്തുണ്ടാകുന്നു? ആ ഫസ്റ്റ് ഹൗസിൽ നിന്ന് അത് സെക്കൻഡ് ഹൗസിലേക്ക് എത്തും. ആ സെക്കൻഡ് ഹൗസിൽ വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ നടക്കുന്നു. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ് ആൻഡ് തേർഡ് റീഡിങ്. അതിനുശേഷമാണ് എന്താവുന്നത്? അപ്രൂവൽ ഓഫ് ദി പ്രസിഡൻറ്റ് അംഗീകാരം. നമ്മൾ രണ്ട് സഭകളും റീഡിംഗ് ഒക്കെ കഴിയുമ്പോൾ പ്രസിഡൻറ്റ് അംഗീകാരം നേടുന്നത്. ലെറ്റസ് എക്സാമിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് പാസിങ് എ ബിൽ അല്ലേ? നമ്മൾ പറഞ്ഞാണ് ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. അപ്പോൾ ഓരോ റീഡിങ്ങിലും എന്താണ് സംഭവിക്കുന്നത്? അതായത് ഫസ്റ്റ് റീഡിങ് എന്ന് പറയുമ്പോൾ, ഒന്നാം വായന എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് അവിടെ അവതരിപ്പിക്കുന്നു. ആൻഡ് സെക്കൻഡ് റീഡിങ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാകുന്നു? ഈച്ച് ആൻഡ് എവറി ആർട്ടിക്കിൾ ഇൻക്ലൂഡഡ് ഇൻ ദി ബിൽ ഈസ് ഐദർ പാസ്ഡ്, ചേഞ്ച് ഓർ റിജക്റ്റഡ് ആഫ്റ്റർ ഡിസ്കഷൻ. ഈ പറയുന്ന നമ്മളൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ആ ബില്ലിൽ എന്താണോ ഇൻക്ലൂഡഡ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം എന്തു ചെയ്യുകയാണ്? ചർച്ച ചെയ്തുകൊണ്ട് അത് ഒന്നെങ്കിൽ പാസ്സാകുന്നു, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് അതിനെ നിരാകരിക്കേണ്ടതാണെങ്കിൽ എന്തുണ്ടാകുന്നു? അത് നിരാകരിക്കുകയും ചെയ്യുന്നു. ആൻഡ് തേർഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? തേർഡ് റീഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ദ ബിൽ ആസ് എ വോൾ ഈസ് പാസ്ഡ് ഓർ റിജക്റ്റഡ്. മൂന്നാം വായനയിൽ ആ ബില്ല് മൊത്തമായിട്ട് പാസ്സാക്കുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ആ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല, തള്ളിക്കളയേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിരാകരിക്കുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് പേജിൽ ആഫ്റ്റർ പാസിംഗ് ദ ബിൽ ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഇറ്റ് ഈസ് സെൻഡ് ടു ദ സെക്കൻഡ് ഹൗസ് അലോങ് വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ പ്രിസൈഡിങ് ഓഫീസർ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, സഭയിൽ അപ്രൂവൽ ചെയ്യുന്നതിൻ്റെ ഒന്നാം സഭ റീഡിങ്ങുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒന്നാം സഭയിൽ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആരാണോ അവിടെ പ്രിസൈഡിങ് ഓഫീസർ അധ്യക്ഷനായിട്ടുള്ളത് ആ അധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ആ ബില്ല് നമ്മളെവിടേക്ക് കൈമാറാണ്, അടുത്ത സഭയിലുള്ള പരിഗണനയ്ക്കായിട്ട് അയക്കുന്നു. ദ ബിൽ പാസസ് വൺസ് അഗെയിൻ ത്രൂ ദി അബവ് മെൻഷൻ 3 സ്റ്റേജസ് ഇൻ ദി സെക്കൻഡ് ഹൗസ്. അപ്പോൾ നമ്മൾ ഒന്നാം സഭയിൽ ഇതൊക്കെ കഴിഞ്ഞ് പ്രിസൈഡിങ് ഓഫീസർ സാക്ഷ്യപത്രത്തോടു കൂടി ആ ബില്ല് രണ്ടാം സഭയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും എന്ത് തന്നെയാണ്, ഈ രണ്ടാം സഭയിൽ ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേജസ്, നമ്മൾ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് പറഞ്ഞില്ലേ, ആ റീഡിങ്ങൾ മുഴുവൻ അവിടെ ഘട്ടങ്ങൾ, ആ സ്റ്റേജസുകൾ മുഴുവൻ അവിടെ മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളും ചെയ്യും. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഇറ്റ് ഈസ് സെൻഡ് ടു ദ പ്രസിഡന്റ് ഫോർ അപ്രൂവൽ. ഓൺ ഗെറ്റിംഗ് ദ അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ് ദ ബിൽ ബിക്കംസ് എ ലോ. ഈ പറയുന്ന 2 സഭകളിലും ഈ സ്റ്റേജസുകളൊക്കെ പാസ്സാക്കി കഴിയുകയാണെങ്കിൽ, അത് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിനായിട്ടത് നമ്മൾ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു, ഓൺ ഗെറ്റിംഗ് ദ അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ് ദ ബിൽ ബിക്കംസ് എ ലോ. രാഷ്ട്രപതി അത് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, ഒപ്പുവയ്ക്കുന്നതോടുകൂടി ആ ബിൽ എന്തായി മാറുന്നു, നിയമമായിട്ട് മാറുന്നു. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് ദ ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ 2 houses, a joint sitting of the both houses of the parliament is summoned and decision is taken. It is the president who summons the joint sitting of the parliament which is presided over by the speaker of the Lok Sabha. അതായത് ഈ 2 സഭകൾക്കും ഇടയിൽ ഈ ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഡിഫറൻസസുകൾ വരികയാണെങ്കിൽ, വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അവരെ ബോത്ത് ഹൗസസ്, 2 ഹൗസസിനെയും വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, പാർലമെൻറ്റിൻ്റെ ഈ പറയുന്ന സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്താണ്, ആരാണ്, നമ്മുടെ പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ എന്താണ്, ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന സമ്മേളനം ചേരുക എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കുക, സെക്ഷൻസ് ഓഫ് പാർലമെൻറ്റ് ഉണ്ട്. അതായത് പാർലമെൻറ്റ് ബ്ലൂ ബോക്സ് കണ്ടില്ലേ, പാർലമെൻറ്റ് സമ്മേളനങ്ങളാണ് പറയുന്നത്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഷുഡ് നോട്ട് ബി ആൻ ഇൻ്റർവൽ ഓഫ് മോർ ദാൻ 6 months ബിറ്റ്വീൻ 2 സെക്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ്. ഉണ്ട് പാർലമെൻറ്റ് സമ്മേളനം പറയുന്നത്, അതായത് പാർലമെൻറ്റ് 2 സമ്മേളനങ്ങൾക്കിടയിൽ എന്താണ്, 6 മാസത്തിൽ ഒരു മോർ ദാൻ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്നാണ് ആര് പറയുന്നത്, ഭരണഘടനയിൽ പറയുന്നത്. നോർമലി ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അസംബിൾസ് 3 times a year. പക്ഷേ എല്ലാ വർഷവും എന്താണ്, ഇന്ത്യൻ പാർലമെൻറ്റ് നമ്മൾ എത്ര തവണയാണ്, 3 times 3 തവണയാണ് സമ്മേളിക്കുന്നത്. ദേ ആർ നോൺ ആസ് മൺസൂൺ സെക്ഷൻ, വിൻ്റർ സെക്ഷൻ ആൻഡ് സമ്മർ സെക്ഷൻ. അതായത് നമ്മൾ 3 തവണയാണ് സമ്മേളിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്, ഒന്നാമത്തത് ഏതാണ്, മൺസൂണിലുണ്ട്, അതുപോലെ തന്നെ വിൻ്റർ, സമ്മർ, അങ്ങനെ 3 തവണയായിട്ടാണ് സമ്മേളിക്കുന്നത്. ഇഫ് നീഡഡ് ദ രാജ്യസഭ അസംബിൾസ് 4 times a year. രാജ്യസഭ എന്താണ്, ചില സമയങ്ങളിൽ ചിലപ്പോൾ എന്തുണ്ടാകുന്നു, 4 സമ്മേളനങ്ങളും ചേരാറുണ്ട് എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ അവർ, അതായത് എന്താണ്, ഡെയിലി സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ അവർ. അതായത് പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏതിലൂടെയാണ്, നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ അവറിലൂടെ, ചോദ്യോത്തരവേളയിലൂടെയാണ് എന്ന് പറയുന്നു. എവറി ഡേ ദ പാർലമെൻറ്റ് മീറ്റ് അറ്റ് 11 in the morning and the initial hour is ക്വസ്റ്റ്യൻ അവർ. അതായത് എല്ലാ ദിവസവും എന്താണ്, എപ്പോഴാണ് ആരംഭിക്കുന്നത്, 11 മണിക്കാണ് മീറ്റ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, തുടർന്നിട്ടുള്ള ഇനീഷ്യലായിട്ടുള്ള ബാക്കിയുള്ള ടൈം തുടർന്നുള്ള 1 മണിക്കൂർ എന്താണ്, നമ്മുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണപരമായ ഏത് വിഷയത്തിലും എന്തുണ്ടാവും, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ആൻഡ് ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ്. ദ മിനിസ്റ്റേഴ്സ് ഇൻ ചേഞ്ച് വിൽ ഗീവ് ആൻസർ ടു ദം. ദ ടൈം ടേബിൾ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി പാർലമെൻറ്റ്. അതായത് ഈ പറയുന്ന 1 മണിക്കൂറിൽ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നവരല്ലേ. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പ്
വകുപ്പുകളിൽ ആരാണോ അത് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ, ആ മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, അതിനുള്ള മറുപടി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ മറുപടി നൽകണമെന്ന് പറയുന്നു. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. അടുത്തെന്ന് പറയുന്നത് എന്താണ്, 0 hour, അതായത് അറ്റ് 12 noon ദ ക്വസ്റ്റ്യൻ ഹവർ എൻഡ്സ്, അതായത് 12 മണിക്ക് ആ 12 മണിക്ക് ചോദ്യോത്തരവേള അവിടെ അവസാനിക്കും. ദ സ്മോൾ ഇൻ്റർവൽ ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ അവർ ബിഫോർ കമൻസിങ് ഡെലിബറേഷൻസ് ഓൺ ദ ഐറ്റംസ് ഓൺ അജണ്ട ഈസ് നോൺ ആസ് 0 hour. ഈ ചോദ്യോത്തരവേളകളെല്ലാം 12 മണിക്ക് അവസാനിക്കുന്നുണ്ടല്ലേ. ആ സമയത്ത് ക്വസ്റ്റ്യൻ അവർ കഴിയുമ്പോൾ ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ കൃത്യമായിട്ടുള്ള ഇതുകളുണ്ടാവില്ലേ, അജണ്ടകളുണ്ടാവില്ലേ, ഈ അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ ചെറിയൊരു സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 0 hour എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് 0 hour ബിക്കോസ് ഇറ്റ് ഈസ് 12 o'clock. The House considers adjournment motions, calling attention motion, etc. During this time, the 0 hour lasts for 5 and 15 minutes. അതായത് ഈ നമ്മളുടെ സമയം 12 മണി ആയതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു പേര് വരുന്നത്, ആ പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, അടിയന്തരമായിട്ടുള്ള പ്രമേയങ്ങൾ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ശ്രദ്ധ ക്ഷണിക്കൽ ചെയ്യുക, പ്രമേയം കൂടെ തുടങ്ങിയ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, 0 hour ശൂന്യവേള എന്ന് പറയുന്നത് 5 മുതൽ എത്ര മിനിറ്റ് വരെ വരാം, 15 മിനിറ്റ് വരെ, 5 to 15 മിനിറ്റ് വരെ ആയിരിക്കും അതിൻ്റെ ദൈർഘ്യം ഉണ്ടാവുക എന്ന് പറയുന്നു.